വിജയവഴിയിൽ യാത്ര തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ തുടർച്ചയായ രണ്ടാമത്തെയും സീസണിലെ തന്നെ മൂന്നാമത്തെയും വിജയം നേടിയിരിക്കുകയാണ്. പുതിയ കോച്ച് വന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്ത്രങ്ങളെല്ലാം അടിമുടി മാറിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളും അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ മുഴുവൻ ഇന്ത്യൻ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയതെങ്കിൽ ഇത്തവണ അതിന് മാറ്റമുണ്ടായി. ബെർത്തമിയോ ആണ് ആദ്യത്തെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയ ആദ്യ പകുതിയിൽ തന്നെ ഒഡീഷ FC റഹീം അലിയിലൂടെ സമനില ഗോൾ നേടിയിരുന്നു. എങ്കിലും മത്സരത്തിൻ്റെ ടെമ്പോ വിടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്തും പ്രതിരോധിച്ചും ഒരുപോലെ മത്സരം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ സമനിലയിലേക്ക് പോകുമെന്ന് വിചാരിച്ചിടത്തു നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇഞ്ചുറി ടൈമിൽ ഹെർണാണ്ടസിലൂടെ വിജയ ഗോൾ നേടിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മലയാളി താരങ്ങളായിട്ടുള്ള വിപിൻ മോഹനും നിഹാൽ സുധീഷും അജിസലും എല്ലാം ഇന്ന് കളത്തിലുണ്ടായിരുന്നു. പ്രതിരോധത്തിലെ സഹീഫിൻ്റെ പ്രകടനവും കേരള ബ്ലാസ്റ്റേഴ്സിന് മലയാളി താരമെന്ന നിലയിൽ ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ വിട്ടുപോയ ആരാധകർ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചെത്തി തുടങ്ങി എന്നതും ഒരു സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. പുതിയ കോച്ചിന് കീഴിൽ പുതിയൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാം. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി പേജ് സബ്സ്ക്രൈബ് ചെയ്യൂ.